ഹലോ മക്കളെ, നിങ്ങൾ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. നമ്മുടെ ഈക്വൽ ട്രയാംഗിൾസ് ചാപ്റ്ററിൽ എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. റൈറ്റ് ടു പെയർസ് ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാംഗിൾസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളിൽ തുല്യമായ രണ്ട് ജോഡി കോണുകൾ എഴുതുക. ആദ്യം നിങ്ങൾ ആ ട്രയാംഗിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു 4 എന്ന് പറഞ്ഞ സൈഡ്, ഇവിടെയും ഒരു 4. കണ്ട 7 7 6 6. അപ്പം ഈ രണ്ട് ട്രയാംഗിളിലുള്ള കോണുകളും സൈഡുകളും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഈ രണ്ട് ട്രയാംഗിൾസിന്റെ 3 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ വന്നാൽ ഇത് ഈക്വൽ ട്രയാംഗിൾസ് ആണ്, തുല്യ ത്രികോണങ്ങൾ. തുല്യ ത്രികോണങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. നിങ്ങളോട് പറഞ്ഞത് തുല്യമായ രണ്ട് ജോഡി കോണുകൾ എഴുതാനാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് തുല്യമായ കോണുകൾ എഴുതുക. നിങ്ങൾ ഒരു സൈഡ് സെലക്ട് ചെയ്യുക. ഞാൻ 4 എന്ന് പറഞ്ഞ സൈഡ് സെലക്ട് ചെയ്തു. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആരാ നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ എക്സ് എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടോ, ആ ആംഗിൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾ അതേപോലെ മറ്റേ ട്രയാംഗിളിലും ഒരു 4 കാണുന്നില്ലേ, ആ 4ന്റെ ഓപ്പോസിറ്റ് ആരാ നോക്ക്. ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ 6 ആണുള്ളത്. ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഈക്വൽ ആംഗിൾ ആയിട്ട് വരിക. എപ്പോ ട്രയാംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനൊരു സൈഡ് സെലക്ട് ചെയ്യാം. രണ്ടെണ്ണമാണ് ഇവരെ എഴുതാൻ പറഞ്ഞത്. ഞാനൊരു സൈഡ് സെലക്ട് ചെയ്യുന്നു. 7 എന്ന് പറയുന്ന സൈഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ 7ന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയ y ഡിഗ്രി ഞാൻ ഒരു ആംഗിൾ സെലക്ട് ചെയ്തു. ആ y ഡിഗ്രി എന്ന് പറഞ്ഞ ഈ ആംഗിളിന്റെ അതേ മെഷറുള്ള ഒരു ആംഗിൾ ഈ രണ്ടാമത്തെ പിക്ചറിൽ കിടക്കുന്നുണ്ട്. അതേതാന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ആൻസർ ഓക്കെ ആണെങ്കിൽ ഈ പരിപാടിയും ഈ കോൺസെപ്റ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ് കേട്ടോ, നോക്കണേ.